അപ്പോൾ ഇത് journey, it's a journey of faith and transformation. So how many things are there in this word of God? When you are walking with God, presence, peace and purpose, also you will be empowered by the Spirit, not by the spirit of human being, by the Spirit of God, right? So second, like it's a journey of faith. ഇതെന്തോ വിശ്വാസത്തിന്റെ യാത്രയാണ്. ഈ വിശ്വാസ യാത്രയിൽ obedience and transformation that leads us to eternal life. So obedience is must be there, right? When you are walking with God, നമ്മൾ ദൈവവുമായിട്ട് യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം വേണ്ടിയത് ഒബീഡിയൻസ് അല്ലേ? ദൈവം എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മൾ എപ്പോഴും ആഗ്രഹിക്കുന്നത് ഒരു മനുഷ്യൻ്റെ സാന്നിധ്യത്തെ അല്ലെങ്കിൽ മനുഷ്യൻ കൂടെ നടക്കണമെന്ന് നമ്മൾ എപ്പോഴും ആഗ്രഹിക്കാറുണ്ട്. പക്ഷേ മനുഷ്യൻ്റെ ഒരു ടൈം കഴിയുമ്പോൾ അത് അവിടെ എല്ലാം അവസാനിക്കുമ്പോൾ ദൈവത്തിൻ്റെ God will be walking with you always, forever and ever. There's a limit for men, or there's a limit for the woman, human being. However, remember my words, there is no limits for our God. Amen. Hallelujah. നമ്മുടെ ദൈവത്തിനൊരു ലിമിറ്റ്സ് ഇല്ല. ദൈവം വാഗ്ദത്തം ചെയ്ത്, കാരണം നമ്മൾ എപ്പോഴും ആഗ്രഹിക്കുന്നത് ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ എന്താ പ്ലസ് പോയിന്റ് എന്ന് അറിയാമോ? നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ മാത്രമല്ല, നമുക്ക് വീഴ്ചകൾ വരുമ്പോൾ അഡ്വൈസ് തരുന്നത് അല്ലെങ്കിൽ നമ്മളെ കൗൺസിൽ ചെയ്യുന്നത് സ്വർഗത്തിലെ ദൈവമായിരിക്കും. നമ്മുടെ ജീവിതത്തിൽ കൗൺസിൽ ചെയ്യേണ്ടത് സ്വർഗത്തിലെ ദൈവമാണ്. എനിക്കൊരു പ്രശ്നം വരുമ്പോൾ, എനിക്കൊരു പ്രയാസം വരുമ്പോൾ, എനിക്കൊരു ബുദ്ധിമുട്ട് വരുമ്പോൾ, എൻ്റെ ജോലി മണ്ഡലങ്ങളിൽ, ശുശ്രൂഷ മണ്ഡലങ്ങളിൽ, അല്ലെങ്കിൽ ഞാൻ ഭവനത്തിലായിരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഫൈനാൻഷ്യലി അല്ലെങ്കിൽ സ്പിരിച്വലി എന്ത് പ്രശ്നം വന്നാലും എൻ്റെ സ്വർഗത്തിലെ ദൈവത്തോട് ഞാൻ കൗൺസിൽ ചെയ്യും. Right? Because I know He will counsel me. Yes, He will counsel me or not? He will counsel me the way the path which I should walk through. അല്ലേ? അപ്പോൾ ഈ ദൈവം നമ്മുടെ കൂടെ നടക്കുന്നെങ്കിൽ നമ്മൾ എപ്പോഴും പറയാറുണ്ട് that we are the children of God. പക്ഷെ നമ്മൾ ദൈവത്തിന്റെ മക്കളെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ചില കാറ്റുകൾ, തിരുമാലകൾ നമ്മുടെ ജീവിതത്തിൽ അടിക്കുമ്പോഴും നമ്മൾ പരാജയപ്പെട്ടു പോകുന്ന ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിലുണ്ട്. നമ്മൾ പുതിയ നിയമം ഇസ്രായേലിന് കൊടുത്തിരിക്കുന്ന പുതിയ നിയമത്തിൽ നമ്മൾ വായിക്കുമ്പോൾ തന്നെ യേശു പടകിലുണ്ട്. പക്ഷെ ആ പടകിലായിരിക്കുമ്പോൾ തന്നെ കാറ്റുകൾ, കോളുകൾ ആ ബോട്ടിനെതിരെ അടിച്ചപ്പോൾ അവരുടെ വിശ്വാസം, കർത്താവ് ബോട്ടിലുണ്ട്, കർത്താവിനെ ഉണർത്തി അല്ലേ? അപ്പോൾ അവർക്കറിയാം എൻ്റെ കൂടെ ഒരു നാഥനുണ്ട്. അവർക്കറിയാം ഞാൻ നടക്കുന്നത് ദൈവത്തോട് ചേർന്ന്, യേശു നമ്മുടെ കൂടെ നടക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ പടകിനകത്ത് യേശു ഉള്ളപ്പോൾ, യേശുവിനെ വിളിച്ചു തട്ടി ഉണർത്തിയപ്പോൾ, യേശു ആ കാറ്റിനെയും കോളുകളെയും ശാസിച്ച് അടക്കിയതുപോലെ നമ്മുടെ ജീവിതത്തിൽ ദൈവം നമ്മുടെ കൂടെ നടക്കുമ്പോൾ ചില കാറ്റുകൾ, കോളുകൾ, നമ്മുടെ ജീവിതത്തെ തകർക്കുന്ന അനുഭവങ്ങൾ വരുമ്പോൾ കർത്താവ് അതിനെ റിബൂക്ക് ചെയ്ത് നമുക്ക് വേണ്ടി ചില വിഷയങ്ങളെ ശാന്തമാക്കി തരും. ഇന്ന് പകൽ വിശ്വസിക്കുന്നുണ്ടോ? നമുക്ക് ചില എത്ര വലിയ വിഷയങ്ങളായിക്കൊള്ളട്ടെ, അതിന് ചില വിഷയങ്ങൾക്ക് ദൈവത്തിന്റെ കരം ചലിപ്പിക്കും. ആ പക്ഷെ നമ്മൾ എപ്പോഴും നമ്മൾ ക്രിസ്ത്യാനി എന്ന് വിചാരിക്കുമ്പോൾ, അല്ലെങ്കിൽ നമുക്ക് വചനം അറിയാം നമ്മൾ ക്രിസ്ത്യാനിയാ, പക്ഷെ ക്രിസ്ത്യാനി എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ പ്രമാണത്തെ, അല്ലെങ്കിൽ കർത്താവിന്റെ മക്കൾ എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ പ്രമാണത്തെ അനുസരിച്ച് മുന്നോട്ട് യാത്ര ചെയ്യുന്നവരെയാ ദൈവത്തിന്റെ മക്കൾ എന്നറിയപ്പെടുന്നത് അല്ലേ? നമ്മൾ ലോക മനുഷ്യർക്ക്, ലെറ്റ്സ് ടേക്ക് ദ എക്സാമ്പിൾ ഓഫ് ദ വേൾഡ് ലിവിംഗ് പീപ്പിൾ. You will not find a peace in the life. You will not find a joy in the life. You will not find anything in the life. If we are finding a peace in our life, if we are finding the presence of God near to us, if we are finding everything like joy, happiness, everything, that means that God is with you. Right or wrong? So you have to make sure that whether the God is with you or not. If the God is with you, we will not break. അല്ലേ? ദൈവം ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എന്തുവാ നമ്മൾ ബ്രേക്ക് ആവും?
നമ്മൾ ബ്രേക്ക് ആവത്തില്ല. പക്ഷെ ദൈവം നമ്മുടെ കൂടെ വേണമെന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, ആരാധിക്കുമ്പോൾ, നമ്മളായിരിക്കുമ്പോൾ, ശുശ്രൂഷയിലായിരിക്കുമ്പോഴും തന്നെ ദൈവം നമ്മുടെ കൂടെ വേണം. ഹല്ലേലൂയ. ദൈവം കൂടെ ഇല്ലാത്ത ഏത് ശുശ്രൂഷയുമായിക്കൊള്ളട്ടെ അതിനൊരു പരിമിതി വരുന്നുണ്ട്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ മക്കളോട് ദൈവത്തിൻ്റെ വചനം ഇടപെടണമെങ്കിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ കൂടെ വേണം. ഇസ്രായേലിനോട് കൂടെ ഇരുന്ന ദൈവ സാന്നിധ്യം, അബ്രഹാമിനോട് സംസാരിച്ച ദൈവ ശബ്ദം, ആമേൻ, ഇസ്ഹാക്കിനോട് കൂടെ ഇരുന്ന ദൈവ സാന്നിധ്യം, യാക്കോബിനോട് കൂടെ ഇരുന്ന സാന്നിധ്യം, ആമേൻ, ജോസഫിനോട് കൂടെ ഇരുന്ന സാന്നിധ്യം, ഇവിടെ എല്ലാം ദൈവം എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും വന്നപ്പോൾ അവന്റെ ദാസന്മാരെ അല്ലെങ്കിൽ അവന്റെ കുഞ്ഞുങ്ങളെ അവൻ തകർന്നു പോകുവാൻ അനുവദിക്കാത്ത ദൈവമാണ്. ഹല്ലേലൂയ. അബ്രഹാമിന്റെ ജീവിതത്തിൽ അബ്രഹാമിന്റെ കാര്യങ്ങൾ നമ്മൾ നോക്കുമ്പോൾ തന്നെ അബ്രഹാം പല കാര്യങ്ങളും യഹോവയായ ദൈവത്തോട് ചോദിച്ചിട്ടാണ് ചെയ്തത്. ദൈവത്തോട് ആലോചന ചോദിക്കാതെ ഒരു കാര്യം അബ്രഹാം തന്റെ ജീവിതത്തിൽ ചെയ്തിട്ടില്ല. നമ്മുടെ ജീവിതത്തിൽ കർത്താവിനോട് ആലോചന ചോദിക്കണം, ദൈവത്തിനോട് ആലോചന ചോദിക്കണം. മനുഷ്യനോടല്ല, ദൈവത്തോട് ആലോചന ചോദിക്കണം. ആ ദൈവത്തിന്റെ ആലോചന പ്രകാരം ആ കാര്യങ്ങൾ കാൽച്ചുവടുകൾ വെക്കുവാനാ സ്വർഗത്തിലെ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. നമ്മുടെ പ്രവാചകന്മാര്, പൂർവ്വപിതാക്കന്മാര്, ഫോർ ഫാദേഴ്സ്, പ്രോഫറ്റ്സുകൾ എല്ലാവരും ദൈവ ശബ്ദം കേട്ടിട്ട് കാൽച്ചുവടുകൾ വെച്ചവരാ. അപ്പൊ ദൈവം ആരുടെ കൂടെ ഉണ്ടോ നമ്മൾ പറയാറുണ്ട്. ദൈവത്തിന്റെ ദൂതുകൾ, ദൈവത്തിന്റെ ദാസ് എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ വചനത്തെ, ദൈവത്തിന്റെ മെസ്സേജിനെ ഡെലിവർ ചെയ്യുന്നത് ദൈവത്തിന്റെ ദാസൻ എന്ന് പറയുന്നത് അല്ലേ? ദൈവത്തിന്റെ ദാസൻ എന്ന് പറയുന്നത് ദൈവത്തിന്റെ മെസ്സേജിനെ ഡെലിവർ ചെയ്യുന്നത് അല്ലേ? എല്ലാവരെയും ദൈവം ചില ദാസന്മാരെ, പ്രവാചകന്മാരെ, പ്രവാചകന്മാരെ, ഇവാഞ്ചലിസ്റ്റായി, പ്രീച്ചറായിട്ട്, പാസ്റ്ററായിട്ട്, ടീച്ചറായിട്ടൊക്കെ ദൈവം തെരഞ്ഞെടുത്ത ചില വ്യക്തികളുണ്ട്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അറിയണം ഏത് തെരഞ്ഞെടുപ്പാണ് നമുക്ക് ഉള്ളതെന്നുള്ള കാര്യം. ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ആദ്യം നമ്മുടെ ലൈഫ് തുടങ്ങുമ്പോൾ നമ്മുടെ ലൈഫിൽ ഒറ്റ കാര്യം മേക്ക് ഷുവർ ചെയ്യണം, വെദർ ഗോഡ് ഈസ് വാക്കിംഗ് വിത്ത് മീ ഓർ നോട്ട്. This is what you have to make sure. If you say that God is walking with me, I'll not believe. I'll not believe. You may be a successful person, you may be a successful woman, you may be a successful man, or you may be a successful businessman. I will not believe. The reason why I'll not believe is that I should see that will be seen in your actions. That will be seen in your behavior. That will be seen in your character. That will be seen. If God is with you, I can see the confidence in you. If God is with you, I can see the peace in you. If God is with you, I can see the joy in you. If God is with you, He will strengthen. I can see that how He is strengthening you. No matter in whatever the situations we are going through right now. അല്ലേ? അപ്പോൾ ഒബീഡിയൻസ്, കർത്താവ് നമ്മുടെ ദൈവം നമ്മുടെ കൂടെ ഉണ്ട്. ഇനി ദൈവം നമ്മുടെ കൂടെ നടക്കണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നെങ്കിൽ ആദ്യത്തെ കാര്യം നമ്മൾ ചെയ്യേണ്ടത് ദൈവത്തിന്റെ വചനത്തിന് കീഴ്പ്പെട്ടിരിക്കണം. 1. 2, ദൈവ ശബ്ദത്തിനു വേണ്ടി നമ്മൾ കാതുകൾ കൊടുക്കണം. 3, ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്ന് ഉറപ്പിക്കണമെങ്കിൽ നമ്മൾ ചില വിലകൾ നമ്മൾ കൊടുക്കേണ്ടി വരും. We have to give ourselves. We have to give. Giving means like sacrificing. But then we have to sacrifice several stages. There are so many stages where we have to sacrifice ourselves. And this is a reality. അല്ലേ? നമ്മൾ കൊടുത്താൽ മാത്രമേ ദൈവം നമ്മുടെ കൂടെ നടക്കുകയുള്ളൂ. അല്ലേ? പിന്നെ 4, surrender yourself. നമ്മൾ ദൈവത്തിനോട് നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കണം. ദൈവമേ, ഞാൻ നിന്റെ ശബ്ദം കേൾക്കുവാൻ ആഗ്രഹിക്കുന്നു. ഹാനോക്ക് ചെയ്തത് അവൻ തന്നെ അവൻ ദൈവത്തോട് അവൻ തന്നെ ദൈവത്തെ ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ അവൻ ദൈവത്തിനോട് നടന്നപ്പോൾ ദൈവം അവനെ എടുത്തു. സർവീസ് കൊടുക്കുവാനുള്ള സമയം പോലും ദൈവം കൊടുത്തിട്ടില്ലായിരുന്നു. ഒന്നും കൊടുത്തിട്ടില്ല, ഒരു ചാൻസ് പോലും ഇല്ലായിരുന്നു അവിടെ. പക്ഷെ ദൈവം അന്നേരം പെട്ടെന്ന് അങ്ങ് എടുത്തു. അങ്ങനെ ഒരു സിറ്റുവേഷൻ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ അല്ലേ, പെട്ടെന്ന് ദൈവം എടുക്കുക അല്ലേ. പക്ഷെ ദൈവത്തോട് ചേർന്ന് നടക്കുന്നവരെ ദൈവം മാനിക്കും.
അല്ലേ? ആണോ? ദൈവം എന്താ മാനിക്കത്തില്ലേ? അതിന് കഴിഞ്ഞിട്ട് മിക്കാന്റെ പുസ്തകം 6-ാം അധ്യായം 8-ാം വാക്യം ഒന്ന് വായിക്കട്ടെ. അതിൽ മിക്ക chapter 6 verse 8 and someone else. Micah chapter 6 verse 8. He has shown you, O man, what is good. And what does the Lord require of you? But to do justly, to love mercy, and to walk humbly with God. To love mercy and walk humbly with your God. So this is a big statement, right? You can see that. To act justly, to love mercy. So means you need to act. എങ്ങനെ നമ്മൾ എങ്ങനെ ആക്ട് ചെയ്ത്? ജസ്റ്റ്ലി ആക്ട് ചെയ്യണം അല്ലേ? പിന്നെന്താ പറയുന്നത്? love mercy and then to walk humbly with your God. Humble means like first it says in James chapter 4:7 says that submit yourself in the hands of God, right? Then only we can resist the devil, right? So walk humbly with your God means ദൈവത്തിന്റെ ആലോചന കേട്ട് നമ്മളെ തന്നെ താഴ്ത്തി നമ്മൾ ദൈവത്തിന്റെ ആലോചന ശബ്ദം കേട്ട് ദൈവത്തിന്റെ ഉപദേശം അനുസരിച്ച് നമ്മൾ കർത്താവ് പറഞ്ഞ് യാത്ര ചെയ്യുന്നതിനാ പറയുന്നത് walk humbly with God. We are saying that I am nothing without him. അല്ലേ? That's called humbleness. That shows that you are down to earth. You cannot reach anywhere without God. You cannot stand in anywhere without God. നമുക്ക് എങ്ങും എത്താൻ പറ്റില്ല ദൈവമില്ലാതെ. നമുക്ക് എങ്ങും എത്താനും പറ്റത്തില്ല ദൈവമില്ലാതെ. നമുക്ക് എങ്ങും നിൽക്കാനും പറ്റത്തില്ല ദൈവം ഇല്ലാതെ. ശുശ്രൂഷിക്കുവാനും പറ്റുകയില്ല അല്ലേ? അപ്പോൾ he has shown you അല്ലേ? Could you please read again? He has shown you. He has shown you, O man, what is good. What is good? So he has already shown you what is good. അല്ലേ? എന്തോ നല്ലതെന്നുള്ള കാര്യം കർത്താവ് ദൈവം നമ്മളെ കാണിച്ചു തന്നിട്ടുണ്ട് അല്ലേ? നല്ലതും ദൈവം കാണിച്ചിട്ടുണ്ട്. ആൻഡ് വാട്ട് ഡസ് ദ ലോർഡ് റിക്വയർ ഓഫ് യു? കർത്താവ് ദൈവം നമ്മളെ കുറിച്ച് അല്ലെങ്കിൽ നമ്മളിൽ നിന്ന് എന്തോ റിക്വയർ ചെയ്യുന്നത്? ടു ആക്ട് ജസ്റ്റ്ലി. അപ്പൊ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് നമ്മൾ എന്ത് ചെയ്യണം? ജസ്റ്റ്ലി ആക്ട് ചെയ്യണം, ലവ് ചെയ്യണം, ലവ് മേഴ്സി ചെയ്യണം ആൻഡ് വാക്ക് ഹംബ്ലി. ഇതാ നമ്മളെ കുറിച്ച് സ്വർഗത്തിലെ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. മലയാളത്തിൽ ഒന്ന് വായിക്കാം. മിക 6:8. യെസ്. ന്യായം പ്രവർത്തിപ്പാനും ദയാ തൽപരനായിരിക്കാനും നിന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ താഴ്മയോടെ നടപ്പാനും അല്ലാതെ എന്താകുന്നു യഹോവ നിന്നോട് ചോദിക്കുന്നത്? അപ്പൊ യഹോവ എന്താ ചോദിക്കുന്നത്? താഴ്മയോട് നിൽക്കാനാ ദൈവം ചോദിക്കുന്നത് അല്ലേ? ന്യായം പ്രവർത്തിക്കുവാൻ ചോദിക്കുന്നത്. ദയ കൽപ്പനകളായി സോറി ദയ കാണിക്കുന്നവരെ താഴ്മയോടെ നടക്കുവാൻ. ഓക്കെ, അപ്പൊ ഇത് വ്യക്തമായിട്ട് അവിടെ പറയുന്നുണ്ട്. നിങ്ങളെ കുറിച്ച് ഇന്ന് പകൽ കർത്താവ് ചോദിക്കുക, ദൈവം നിങ്ങളെ കുറിച്ച് ചോദിക്കുക. If God says that what does the Lord require of you, then what will be your answer? What will be your answer? The question, it's a question mark, right? What does the Lord require of you? അല്ലേ? അതൊരു ചോദ്യചിഹ്നമാണ്. ആ ചോദ്യത്തിന്റെ മറുപടിയും കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതുപോലെയല്ലേ നമ്മൾ ജീവിക്കേണ്ടത്? അതുപോലെയല്ലേ നമ്മൾ യാത്ര ചെയ്യേണ്ടത്? അല്ലേ? ആ ചോദ്യത്തിന്റെ ഉത്തരവും സ്വർഗത്തിലെ ദൈവത്തിന്റെ വചനത്തിൽ കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് കൊലോഷ്യൻസ് ചാപ്റ്റർ 2:6 എന്ന് വായിച്ചേ. Colossians chapter 2:6. ആകയാൽ നിങ്ങൾ കർത്താവായ ക്രിസ്തു യേശുവിനെ കൈക്കൊണ്ടതുപോലെ അവന്റെ കൂട്ടായ്മയിൽ നടപ്പി. അവന്റെ വേരൂന്നി കൂട്ടായ്മ. Just just as you received Christ Jesus as Lord, continue to live your lives in him. अले हिंदी लिंग बोलते हैं, इसलिए जैसे तुमने मसीह यीशु को प्रभु के रूप में स्वीकार किया है और क्या वैसे ही उसमें चलते रहो. This is what അല്ലേ? അപ്പോൾ ദൈവത്തെ നമ്മൾ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ദൈവം ആഗ്രഹിക്കുന്ന പ്രകാരം നമ്മുടെ ജീവിതം നയിക്കപ്പെടണം അല്ലേ? ആ സ്വഭാവങ്ങൾ നമ്മളിൽ പകരപ്പെടണം അല്ലേ?
इसलिए तुमने मसीह यीशु के प्रभु के रूप में स्वीकार किया है, वैसे ही उसमें चलते रहो. मतलब परमेश्वर का रूप अगर स्वीकार किया है, परमेश्वर को हमने स्वीकार किया है, then what we should do? We should follow that. അല്ലേ? അതിന്റെ ഒന്നാമത്തെ കാര്യം. ഇതിന്റെ കാര്യങ്ങളൊക്കെ ഞാനിത് ജസ്റ്റ് ഇറ്റ് വാസ് ഇൻട്രൊഡക്ഷൻസ് വാക്കിംഗ് വിത്ത് ഗോഡ്. ഫസ്റ്റ് വാക്കിംഗ് വിത്ത് ഗോഡ് അതിന്റെ ബെനിഫിറ്റ്സ് എന്തുവാ? ദൈവവുമായിട്ട് നമ്മൾ നടക്കുമ്പോൾ അതിന്റെ ഒന്നാമത്തെ കാര്യം വാക്കിംഗ് വിത്ത് ഗോഡ് മീൻസ് ലിവിങ് ഇൻ ഫെലോഷിപ്പ് വിത്ത് ഹിം. ലിവിങ് ഇൻ ഫെലോഷിപ്പ് വിത്ത് ഹിം. എനോക്കിന്റെ ലൈഫ് നമ്മളെ കാണിക്കുന്നത് ഡീപ്പ് ആൻഡ് പേഴ്സണൽ റിലേഷൻഷിപ്പ് വിത്ത് ഗോഡ് ആയിരുന്നു. എന്തുവായിരുന്നു? ഡീപ്പ് ആൻഡ് പേഴ്സണൽ റിലേഷൻഷിപ്പ് വിത്ത് ഗോഡ് ആയിരുന്നു. നമ്മുടെ ജീവിതത്തിൽ സ്വർഗത്തിലെ ദൈവത്തിൻ്റെമായിട്ടുള്ള റിലേഷൻ അത് ഡീപ്പ് ആൻഡ് പേഴ്സണൽ ആയിരിക്കണം. എങ്ങനെയായിരിക്കണം? ഡീപ്പ് ആൻഡ് പേഴ്സണൽ. നമുക്ക് ജോലി ചെയ്യുമ്പോൾ നമ്മൾ ഭയങ്കര ഡെഡിക്കേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യും. നമ്മൾ ജോലി ചെയ്യുമ്പോൾ നമ്മൾ അതിന് നമ്മുടെ വിൽ ഗിവ് അവർ ബെസ്റ്റ്. നമുക്ക് ചെയ്തിൽ കൊടുത്തില്ലെങ്കിൽ നമുക്ക് സാലറി കിട്ടത്തില്ല, അല്ലേ? പക്ഷെ ദൈവവും അതുപോലെ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ അവിടെ ജോലി ചെയ്യുന്നത് ദൈവത്തിന്റെ കൃപയാൽ, നിങ്ങൾ നിൽക്കുന്നത് ദൈവത്തിന്റെ കൃപയാൽ, രാജ്യത്തിലായിരിക്കുന്നത് ദൈവത്തിന്റെ കൃപയാൽ. അങ്ങനെയൊക്കെ സ്വർഗത്തിലെ ദൈവവും നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് ഒരു ഡീപ്പ് ആൻഡ് പേഴ്സണൽ റിലേഷൻഷിപ്പാണ്. നമ്മുടെ ജീവിതത്തിൽ ഫസ്റ്റ് വി നീഡ് ടു നോ ഫസ്റ്റ് വി ഷുഡ് ബിൽഡ് എ ഡീപ്പ് ആൻഡ് പേഴ്സണൽ റിലേഷൻഷിപ്പ് വിത്ത് ഗോഡ്. അത് കഴിഞ്ഞിട്ട് മതി ബാക്കിയുള്ള പേഴ്സണൽ റിലേഷൻഷിപ്സ്, അല്ലേ? അത് കഴിഞ്ഞിട്ട് മതി ബാക്കിയുള്ള കാര്യങ്ങൾ, റൈറ്റ്? നമുക്ക് പക്ഷെ നമ്മുടെ ജീവിതത്തിൽ ഡീപ്പ് ആൻഡ് പേഴ്സണൽ റിലേഷൻഷിപ്പ് ഒരിക്കലും കർത്താവുമായിട്ടില്ല, ദൈവമായിട്ട് ഇല്ല. അത് യാഥാർത്ഥ്യമാണ്. ആൻഡ് ഇറ്റ്സ് എ റിയാലിറ്റി, ഇറ്റ്സ് എ ഫാക്ട് ആൻഡ് യു ഹാവ് ടു അക്സെപ്റ്റ് ഇറ്റ്. പക്ഷെ ദൈവമായിട്ട് ഡീപ്പ് റിലേഷൻ ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ എപ്പോഴും യഹോവയുടെ ദൈവത്തെക്കുറിച്ച് മാത്രമേ ചിന്തിക്കത്തുള്ളൂ, ദൈവത്തെക്കുറിച്ച് മാത്രം സംസാരിക്കത്തുള്ളൂ, ദൈവത്തിന്റെ വചനങ്ങളെ ധ്യാനിക്കത്തുള്ളൂ. ലോകത്തിലെ കാര്യങ്ങൾക്ക്, ചിന്തകൾക്ക് ആ വ്യക്തി ചെവി കൊടുക്കുകയില്ല, അല്ലേ? സോ നമ്മുടെ ഇന്ന് പകല് ഇവിടെ ശോധന ചെയ്യണം. എൻ്റെ റിലേഷൻഷിപ്പ്, കർത്താവുമായിട്ടുള്ള എൻ്റെ റിലേഷൻഷിപ്പ് എത്രമാത്രം ഡീപ്പായിട്ടുള്ള ഒന്ന് കാര്യം ഇന്ന് നമ്മൾ പരിശോധിക്കണം. നമ്മളത് പരിശോധിക്കാതെ പോകരുത്. നമ്മൾ എപ്പോഴും വചനം കേൾക്കുന്നവരും വചനം പഠിക്കുന്നവരുമാണ്. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നത് ഞാൻ ഈ എത്ര പറയാറുണ്ട്, I don't know anything about the word of God. Still I'll still say MD കഴിഞ്ഞു, still I'll say I don't know anything about the word of God. The reason, the Bible is too deep. The reason I cannot speak without his presence. उसके अगुवाई के बिना मैं बात नहीं कर सकता. Amen. तो എന്തുകൊണ്ട് ഒരു ഡീപ്പ് ആൻഡ് സ്ട്രോങ് റിലേഷൻഷിപ്പ് എന്തുമായിരിക്കും എന്ന് അറിയുമോ? ഒരു പിതാവും ഒരു മകനും അല്ലെങ്കിൽ ഒരു കുഞ്ഞ്, ഒരു ഡോക്ടറുമായിട്ട് ദൈവവുമായിട്ടുള്ള ഡീപ്പ് റിലേഷൻ, പിതാവുമായിട്ടുള്ള ഡീപ്പ് റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിലല്ലേ അത് നമുക്ക് ഒത്തിരി ബെനിഫിറ്റുകളാണ്, അല്ലേ? ആ ഡീപ്പ് റിലേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഡീപ്പ് ആൻഡ് പേഴ്സണൽ, എൻ്റെ ജീവിതത്തിൽ ആഴമേറിയ, ഡീപ്പ് എന്ന് പറയുമ്പോൾ ആഴമേറിയ, അല്ലേ? ആഴമേറിയ എന്നല്ലേ പറയുന്നത് മലയാളത്തിൽ. ആഴമേറിയ ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കണം ദൈവവുമായിട്ട്. വെറുതെ പറഞ്ഞു പോകുന്ന റിലേഷൻഷിപ്പ് ആണല്ല, അത് ആഴമേറിയ ആയിരിക്കണം. അത് കർത്താവ് സ്വർഗത്തിന്റെ ദൈവം നോക്കുമ്പോൾ പറയണം, എൻ്റെ മകൻ, എൻ്റെ മകളെ എത്രമാത്രം എത്ര ആഴത്തിൽ എന്നെ സ്നേഹിക്കുന്നതും, എത്ര ആഴത്തിൽ അവർ ആരാധിക്കുന്നതും, എത്ര ആഴത്തിൽ അവർ പ്രാർത്ഥിക്കുന്നതും, എത്ര ആഴത്തിൽ അവരെ എന്നെ നിലവിളിക്കുന്ന എന്നെ സ്വർഗം നോക്കണം. ആ സ്വർഗം നോക്കുമ്പോൾ ആ ദൈവത്തിന്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുന്നത്. ഈ പേഴ്സണലും ഡീപ്പ് റിലേഷൻഷിപ്പ് നമ്മൾ സ്വർഗത്തിലെ ദൈവത്തെ മാറ്റി വെച്ച് ലോകത്തിലെ മനുഷ്യനുമായിട്ടും ലോകത്തിലെ കൂട്ടുകെട്ട്, ലോകത്തെ ചർച്ചക്കാരുമായിട്ടൊക്കെ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതുകൊണ്ട് ആ ദൈവമായിട്ടൊരു ഡീപ്പ് റിലേഷൻഷിപ്പ് നമുക്ക് ഇല്ലാതെ വരുന്നത്, അല്ലേ? റൈറ്റ്? ഒറ്റ തവണ ഒരു ഡീപ്പ് റിലേഷൻഷിപ്പ്, ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പ് കർത്താവുമായിട്ടൊന്ന് വെച്ച് നോക്കിക്കേ. പടാ നിമിഷം, within a seconds the doors will be opened for you. All the barricades will be cleared off for you. For that you need to give yourself to the Lord Almighty. നമ്മൾ ലോകത്തിലെ മനുഷ്യരുമായിട്ടുള്ള റിലേഷൻഷിപ്പിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്, പക്ഷെ ദൈവവുമായിട്ടുള്ള റിലേഷൻഷിപ്പിന് ഇമ്പോർട്ടൻസ് നമ്മൾ
കൊടുക്കുന്നില്ല. അങ്ങനെയെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, എത്ര പേരെ മണിക്കൂറുകൾ പ്രാർത്ഥിക്കുന്നത്? എത്ര പേരെ മണിക്കൂറുകൾ വചനം ഇരുന്ന് ധ്യാനിക്കുന്നത്? എത്ര പേര് മണിക്കൂറുകൾ ഇരുന്ന് റീൽസ് റോളും ചെയ്യുന്നത്? നമ്മൾ മണിക്കൂറുകളുണ്ട്, നമുക്ക് ടൈമുണ്ട്, നമുക്ക് എല്ലാം ഉണ്ട്. പക്ഷെ എത്ര പേര് വചനം ധ്യാനിക്കുന്നുണ്ട്? എത്ര പേര് പ്രാർത്ഥിക്കുന്നുണ്ട്? ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഒരു ഡീപ്പ് റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ കർത്താവ് എന്ത് ചെയ്യും? നമ്മളെ ശരിയായ മാർഗം കാണിക്കും, അല്ലേ? ആർക്കും വെളിപ്പെടാത്തത് ചിലത് ദൈവം നമുക്ക് വെളിപ്പെടുത്തി തരും. ആർക്കും കാണിക്കാത്തത് ചിലത് നമ്മൾ കാണും, അല്ലേ? വിശ്വാസമുണ്ടെന്ന് ചിലത് കാണുമെന്ന് വിശ്വാസമുണ്ടോ? യെസ്, അല്ലേ? ലോകത്തിലെ മനുഷ്യർക്കില്ലാത്ത ഒരു ഹോപ്പ് സ്വർഗത്തിലെ ദൈവം നമ്മളിൽ ഇട്ടിട്ടുണ്ട്. എന്തുവാ? നിത്യതയിൽ കാണപ്പെടുമെന്നൊരു പ്രത്യാശ സ്വർഗത്തിലെ ദൈവം ഇട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ദൈവം നമ്മുടെ കൂടെ ഉണ്ട്. ഹല്ലേലൂയ, അല്ലേ? ഇവരിവിടെ സ്ട്രോങ് ആയിരിക്കും, നമുക്ക് എല്ലാവർക്കും ഉണ്ട്, നമ്മളെല്ലാവരും. പിന്നെ വി ആർ ട്രൈങ് ടു ബി സ്ട്രോങ്. ആക്ച്വലി we are trying to be strong, even myself, including myself. I'm saying that I'm trying to be strong, but I can't. But still I believe, rely on God. അല്ലേ? 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 നമ്മുടെ ജീവിതത്തിൽ ദൈവമായിട്ടൊരു റിലേഷൻഷിപ്പ് സ്വർഗത്തിൽ എത്തിക്കുന്നത്, അല്ലേ? നമ്മുടെ കൂട്ടുകെട്ട് എല്ലാവർക്കും എത്തിക്കാൻ പോകുന്നത്. സ്വർഗത്തിൽ എത്തണോ, ദൈവമായിട്ടൊരു ഡീപ്പ് റിലേഷൻഷിപ്പ് വേണം. ആ ഡീപ്പ് റിലേഷൻഷിപ്പ് ബിൽഡപ്പ് ചെയ്യണമെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കണം, ആരാധിക്കണം. എവിടെ ഡീപ്പ് റിലേഷൻഷിപ്പ് ഉണ്ടോ അവിടെ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെട്ടിട്ടുണ്ട്, അവിടെ വളർച്ച ഉണ്ടായിട്ടുണ്ട്, അവിടെ നന്മകൾ വന്നിട്ടുണ്ട്. ആമേൻ. ചോദിക്കാതെ തന്നെ നിന്റെ കരങ്ങളിൽ എത്തിക്കുന്ന രീതിയിൽ ദൈവ പ്രവൃത്തി വെളിപ്പെട്ടിട്ടുണ്ട്. അതാ ദൈവത്തിന്റെ ഡീപ്പ് റിലേഷൻഷിപ്പിന്റെ ബെനിഫിറ്റ്സ്, അല്ലേ? അത് കഴിഞ്ഞിട്ട് വാക്കിംഗ് വിത്ത് ഗോഡ് റിക്വയർ ഒബീഡിയൻസ്, അല്ലേ? രണ്ടാമത് നമുക്ക് വേണ്ടിയത് കർത്താവ് ദൈവവുമായിട്ട് നടക്കുമ്പോൾ രണ്ടാമത് നമുക്ക് വേണ്ടിയത് ഒബീഡിയൻസ് ആണ്. എവിടെ? ജെനസിസ് 6:9-22 ഉൽപ്പത്തി പുസ്തകം 6:9-22. അതിന് ഇങ്ങനെ ഒരു കോട്ടിങ് ഞാൻ ചെയ്യാം. ഒബീഡിയൻസ് ഇസ് എ സൈൻ ഓഫ് ട്രസ്റ്റ് ആൻഡ് ഫെയ്ത്ത് ഇൻ ഗോഡ്സ് പ്ലാൻ, അല്ലേ? അബി അവിടെ ഒബീഡിയൻസ് എന്തുവാ? സൈൻ ഓഫ് trust and faith in God's plan. Now if you respect the pastor, if you respect me, if I respect Agesh, if I respect Vijay, if I respect any youngsters who are sitting out, Glenn or anyone here, I'll listen them, right? ചെയ്യുമില്ലയോ? നമ്മളെല്ലാവരും. സോ അതെന്തോ കാണിക്കുന്നത്? ഒബീഡിയൻസ് ഇസ് എ സൈൻ ഓഫ് ട്രസ്റ്റ്. ഫോർ എക്സാമ്പിൾ, Agesh is saying എടാ ഇങ്ങനെ ചെയ്യില്ല, അങ്ങനെ ചെയ്യില്ല, or I am saying to him, there was a time आगेश को आगेश ये सही नहीं है, तो आगेश अगर बोलता है, if Agesh is saying to me and if I am not doing that, then what is that? I am disobeying him, disrespecting him. But is it a sign of trust and faith? Is it a sign? അല്ല. നമ്മളെ ഒരാൾ, ഞാൻ ആകേഷിനോട് ഒരു കാര്യം പറയുവാണെങ്കിൽ ആകേഷ് അത് അനുസരിക്കുവാണെങ്കിൽ അതെന്തോ കാണിക്കുന്നത്? അത് വിശ്വാസത്തെയും ഫെയ്ത്തിനെയും കാണിക്കുക. ട്രസ്റ്റ് ആൻഡ് ഫെയ്ത്തിന്റെ സൈൻ കാണിക്കുന്നു, അല്ലേ? ഇപ്പൊ കർത്താവ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്, ദൈവമായിട്ട് നമ്മൾ നടക്കപ്പെടുമ്പോൾ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് ഒബീഡിയൻസ്, അനുസരണം. നമുക്കൊരു അനുസരണം വേണം. പിതാവ് നമ്മളോട് എന്ത് പറയുന്നു അത് അനുസരിക്കുവാനുള്ള ഒരു മനസ്സ് നമ്മുടെ ഉള്ളിൽ കാണപ്പെടണം, അല്ലേ? ദൈവമായിട്ട് കൂടെ നടക്കുന്ന ഒരു വ്യക്തിക്കും അനുസരണകൾ കാണിക്കാൻ പറ്റുകയില്ല. ദൈവമായിട്ട് കൂടെ നടക്കുന്നവൻ ആ ദൈവത്തിന്റെ അരുളപ്പാടും വചനങ്ങളുമായിട്ട് അനുസരിച്ച് അവൻ മുന്നോട്ട് യാത്ര ചെയ്യും. കാരണം അവൻ അറിയാം, അവൻ അനുസരിക്കുമ്പോൾ ദൈവത്തിന് കാണിക്കുന്ന ആ അടയാളം കാണിക്കുന്നത് വിശ്വാസത്തിന്റെ അടയാളങ്ങളാണ് കാണിക്കുന്നത്. ട്രസ്റ്റ് ആൻഡ് ഫെയ്ത്തിന്റെ അടയാളങ്ങൾ അവിടെ കാണിക്കപ്പെടുന്നത്. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ നമ്മൾ ദൈവമായിട്ട് യാത്ര ചെയ്യുമ്പോൾ, ദൈവമായിട്ട് നമ്മൾ വാക്കിംഗ് വിത്ത് ഗോഡ് റിക്വയർസ് ഒബീഡിയൻസ്. ദൈവമായിട്ട് നമ്മൾ നടക്കുമ്പോൾ ഒബീഡിയൻസ് ആവശ്യമാണ്. ഈ ഒബീഡിയൻസ് ഇല്ലാത്തവരായി ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നില്ല. എവിടെയൊക്കെ ഡിസോബേ ചെയ്തിട്ടുണ്ടോ അവിടെയൊക്കെ പരാജയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്. പക്ഷെ എവിടെയൊക്കെ ഒബേ ചെയ്തിട്ടുണ്ടോ അവിടെയൊക്കെ വിജയം നമ്മുടെ പക്ഷത്തായിരുന്നു. ഹല്ലേലൂയ.
കർത്താവ് ദൈവം നമ്മളെ ഇസ്രായേൽ മക്കളെ മരുഭൂമി ഈജിപ്തിന്റെ അടിമത്തത്തിൽ നിന്ന് വിടുവിച്ചപ്പോൾ മോശ അനുസരിച്ചിരുന്നു. മോശയുടെ അനുസരണം കാണിക്കുന്നത് ട്രസ്റ്റ് ആൻഡ് ഫെയ്ത്തിനെയാ. അബ്രഹാമിന്റെ അനുസരണത്തെ കാണിക്കുന്നത് ട്രസ്റ്റ് ആൻഡ് ഫെയ്ത്തിനെയാ. ഇസ്ഹാക്കിന്റെ അനുസരണത്തെ കാണിക്കുന്നത് ട്രസ്റ്റ് ആൻഡ് ഫെയ്ത്തിനെയാ. യോസെഫിന്റെ ജീവിതത്തിൽ പ്രതിസന്ധികൾ വന്നപ്പോഴും കാണിക്കുന്നത് ട്രസ്റ്റ് ആൻഡ് ഫെയ്ത്താ. ഇവരോടൊക്കെ ദൈവം യാത്ര ചെയ്തിട്ടുണ്ട്. ദൈവം ഇവരോടൊപ്പമായിരുന്നു. ഇന്ന് പകൽ ദൈവം നമ്മുടെ കൂടെ വേണം. നമ്മുടെ കൂടെ ദൈവം വേണം. എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട് ദൈവം എന്റെ കൂടെ വേണമെന്ന്? എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട് ആ ദൈവം കൂടെ ഉണ്ടെങ്കിൽ നമുക്കൊരു സമാധാനം ഇല്ലാത്തടത്ത് സമാധാനം വരും. സമാധാനം ഇല്ലാത്തടത്ത് സമാധാനം വരും. വഴികൾ നമ്മൾ അറിയാതെ തന്നെ വഴികൾ ഓട്ടോമാറ്റിക്കലി തുറന്നു വരും. നമ്മൾ അറിയാതെ നമ്മുടെ കരങ്ങളിൽ ചിലത് എത്തിക്കും. അത് എത്ര പേർക്ക് വിശ്വാസം? ഈ വചനം എന്തുവാ? ജോഷുവയോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്, നീ ധൈര്യം ഉറപ്പുള്ളവനായിരിക്കുവിൻ. അപ്പൊ ദൈവം നമ്മുടെ കൂടെ നടക്കുന്നെങ്കിൽ, if God is walking with us, we will be strong and courage to face any challenges which comes against us. Hallelujah. വിശ്വാസമുണ്ടോ? എനിക്ക് തന്നിരിക്കുന്ന ആത്മാവ് എന്നിൽ കൂടി എന്നെ നടത്തുന്ന ആത്മാവ് ദൈവത്തിന്റെ ആത്മാവാണെങ്കിൽ അത് ധൈര്യത്തിന്റെയും ഉറപ്പിന്റെ ആത്മാവാണ്. ഹല്ലേലൂയ. മൂന്നാമത്തെ കാര്യം, walking humbly with God is essential. അതിന്റെ മിക്കാൻ 6:8 എന്ന് പറയുന്നു, emphasize humility as a key to walking with God. അല്ലേ? അതിന്റെ ഒന്ന് വായിച്ചത് മിക്ക 6:8 ഇപ്പൊ വായിപ്പിച്ചത്. യെസ്. ന്യായം പ്രവർത്തിപ്പാനും ദയാതൽപരനായിരിക്കാനും ദൈവത്തിന്റെ സന്നിധിയിൽ താഴ്മയോടെ നടപ്പാനും അല്ലാതെ എന്താകുന്നു യഹോവ നിന്നോട് ചോദിക്കുന്നത്? യെസ്. അപ്പൊ യഹോവ എന്താ ചോദിക്കും? യഹോവ ദൈവം ആഗ്രഹിക്കുന്നത് എന്തുവാ? നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഹംബിൾ ആയിരിക്കണം. താഴ്മയോടെ കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. താഴ്മ എന്ന് പറയുന്ന കാര്യം നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി ആവശ്യമാണ്. താഴ്മ. Humbleness will lead you to victory. Pride will lead you to destruction. ഞാൻ ഇവിടെ നേടി, ഞാൻ അത് നേടി അവരുടെ ലൈഫ് എൻഡ് എന്തായിരിക്കും? It will be a destructions. അല്ലേ? എവിടൊക്കെ ഹംബൽനെസ് ഉണ്ടോ അവിടൊക്കെ നന്മകളുണ്ട്. എവിടൊക്കെ ഹംബൽനെസ് ഉണ്ടോ എവിടൊക്കെ ഹംബൽനെസ് ഉണ്ടോ അവിടെ നന്മകളുണ്ട്. അവിടുത്തെ നന്മകൾ നഷ്ടപ്പെടുകയില്ല. നഷ്ടപ്പെട്ടാലും അത് മടക്കി കൊടുക്കുന്ന ഒരു ദൈവം ഇന്നും ജീവിക്കുന്നതുണ്ട്. ഹല്ലേലൂയ. താഴ്മ ആവശ്യമാണ്. ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് താഴ്മത്വം വേണമെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മളിൽ കാണണം. ദൈവം നമ്മുടെ കൂടെ നടക്കണം. ദൈവം താഴ്മ ഉള്ളിടത്ത് മാത്രമേ ദൈവം കൂടെയുള്ളൂ. ഹല്ലേലൂയ. അനുസരണ ഉള്ളിടത്ത് ദൈവം കൂടെയുണ്ട്. അറിയാതെ കരം പിടിച്ച് നടത്തുന്ന ഒരു ദൈവമുണ്ട്. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട് എനിക്കറിയത്തില്ല. ബട്ട് God is connecting to someone. ഇനി അറിയാതെ തന്നെ നിന്നെ കരം പിടിച്ച് നടത്തുന്ന ഒരു ദൈവം നിന്റെ കൂടെ ഉണ്ടെന്ന് ഇന്ന് പകൽ നീ മറന്നു പോകല്ല. ഹല്ലേലൂയ. പ്രതീക്ഷിക്കുന്നതിന്റെ അപ്പുറമായി, ചിന്തയുടെ അപ്പുറമായി നടക്കുവേണ്ടി വഴികളെ തുറന്നൊരു ദൈവം നിന്റെ ഇന്നും ജീവിക്കുന്നുണ്ടെന്ന് ഇന്ന് പകൽ നീ മറന്നു പോകല്ല. ആമേൻ. ആമേൻ. അപ്പോൾ ഒബീഡിയൻസ് ഉണ്ടെങ്കിൽ ഹംബിൾനെസ് ഓട്ടോമാറ്റിക്കലി വരും. If there is obedience, automatically you will be a humble person. You will not be a reacting person. Humbleness means the character, means like നമ്മൾ എന്താ പറയുക, ഒന്ന് പറയുമ്പോൾ രണ്ടാമത് പറയുന്നതല്ല ഹംബിൾനെസ്. Whatever we say, whatever they say, we should admit it. We should listen to them. We should give our time. We should be with them. We should console with them. We should not leave them. And no matter how, remember, without God you cannot reach high. Without me you can reach high, but without God you cannot reach high. ഞാനല്ലാതെ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഉയർത്തിൽ എത്താൻ പറ്റും. പക്ഷെ ദൈവമില്ലാതെ ആർക്കും ഉയർച്ചയിൽ എത്തുവാൻ പറ്റുകയില്ല. ഹല്ലേലൂയ. നിന്നെ ഉയർത്തുന്നതും താഴ്ത്തുന്നതും സ്വർഗമുണ്ട് എന്ന് നമ്മൾ മറന്നു പോകല്ല. അത് മാത്രം ഓർത്താൽ മതി. നമ്മൾ എന്നും താഴ്മയോടെ ആയിരിക്കും. ഹല്ലേലൂയ.
ഉയർത്തുവാൻ ദൈവത്തിന് അറിയാമെങ്കിൽ താഴ്ത്തിയിടുവാൻ ദൈവത്തിന് ഒറ്റ സെക്കൻഡ് മതി. വളർത്തുവാൻ ദൈവത്തിന് അറിയാമെങ്കിൽ അതിനെന്ന് കട്ട് ചെയ്ത് കളയുവാൻ ദൈവത്തിന് അറിയാം. ഈ ഒരു കാര്യം എപ്പോഴും നമ്മൾ മനസ്സിലിരിക്കണം. എന്നെ ഉയർത്തുന്നതും ദൈവമാണെങ്കിൽ ആ ദൈവം എന്നെ താഴ്ത്തുവാനും ആ ദൈവശക്തനായ ദൈവമാണ്. അന്നേരം നമ്മൾ ഹംബൽനെസ് ആയിരിക്കും, താഴ്മയോടെ ആയിരിക്കും. ഹല്ലേലൂയ. ദൈവസ്വനിൽ വരുമ്പോൾ നമ്മൾ താഴ്മയോടെ ആയിരിക്കണം. പ്രാർത്ഥിക്കുമ്പോൾ താഴ്മയോടെ ആയിരിക്കണം. ജോലി സ്ഥലങ്ങളിൽ താഴ്മയോടെ ആയിരിക്കണം. കുടുംബ ജീവിതത്തിൽ താഴ്മയോടെ ആയിരിക്കണം. മാതാപിതാക്കൾക്ക് വേണ്ടി താഴ്മയോടെ ആയിരിക്കണം. എല്ലായിടത്തും ഏത് സ്ഥലങ്ങളിൽ പോയാലും സ്വർഗം പറയണ ഇവൻ താഴ്മയുള്ളവനെന്ന്. ഹല്ലേലൂയ. താഴ്മയുള്ളിടത്ത് എല്ലാം സ്വർഗത്തിന്റെ പ്രവൃത്തി വെളിപ്പെട്ടിട്ടുണ്ട്. ആമേൻ. അവിടെ താഴ്മയുള്ളിടത്ത് പിശാച് ഒരിക്കലും നമ്മളെ മിസ്ഗൈഡ് ചെയ്യത്തില്ല. അതിന്റെ വാക്കിംഗ് വിത്ത് ഗോഡ്, ട്രാൻസ്ഫോർമേഷൻ. നാലാമത്തെ കാര്യം, ദൈവവുമായിട്ട് നടന്നു ദൈവം നമ്മുടെ കൂടെ നടക്കുന്നെങ്കിൽ ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവരും. നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം സ്വർഗത്തിൽ ദൈവം കൊണ്ടുവരും. അത് ഗലഷ്യൻസ് 5:22-23 വാക്യങ്ങൾ അവിടെ കാണുന്നത് ഫ്രൂട്ട്സ് ഓഫ് സ്പിരിറ്റ്സിനെ കുറിച്ച് കാണപ്പെടുന്നു, അല്ലേ? ഈ ഫ്രൂട്ട്സ് ഓഫ് സ്പിരിറ്റ്സ് എന്ന് പറയുമ്പോൾ ലോകത്തിന്റെ ഫ്രൂട്ട് അല്ല ഇത് ആ ഫ്രൂട്ടിനെ കുറിച്ചല്ല. എന്തൊക്കെയാ പറയുന്നത്? കൈൻഡ്നസ്, ജോയ്, ഹാപ്പിനെസ്, അല്ലേ? അങ്ങനെ ഒരു 9 കാര്യങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. 9 ഫ്രൂട്ട്സ് ഓഫ് സ്പിരിറ്റ്സിനെ കുറിച്ച്. എന്തുവാ? സെൽഫ് കൺട്രോൾ, സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, യെസ്, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം. ഇതെല്ലാം ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന ക്വാളിറ്റീസ് ആണ്, അല്ലേ? അപ്പോൾ ദൈവം നമ്മുടെ കൂടെ നടക്കുമ്പോൾ ഈ ക്വാളിറ്റീസ് ഉണ്ടോ ഇല്ലയോ? യെസ് ഓർ നോ? യെസ്. സോ ദൈവം നമ്മുടെ കൂടെ നടക്കുന്നെങ്കിൽ മാത്രം ഈ ഒരു ഫലങ്ങൾ നമ്മൾ ഇത് പുറപ്പെടുത്തുള്ളൂ. ദൈവം കൂടെ നടക്കുന്നില്ലെങ്കിൽ ഫലങ്ങൾ പുറപ്പെടുത്തില്ല. ദൈവത്തിന് സാന്നിധ്യമുള്ളവണ്ണം വേണം. ഹല്ലേലൂയ. ദൈവം കൂടെ ഉണ്ടെങ്കിൽ ഈ ഫലം മൊത്തം നമ്മുടെ ജീവിതത്തിലുണ്ട്. സ്നേഹമുണ്ട്, സെൽഫ് കൺട്രോൾ ഉണ്ട്, കൈൻഡ്നസ് ഉണ്ട്, ജോയ് ഉണ്ട്, സകലതും ഉണ്ട്. ഹല്ലേലൂയ. ദൈവം ഇല്ലാത്ത ലോകത്തിലെ ഒരു മനുഷ്യനും നമ്മളൊരു എക്സാമ്പിൾ എടുക്കുവാണെങ്കിൽ ലോകത്തിലെ മനുഷ്യനും നമ്മളുമായിട്ട് എത്ര വ്യത്യാസമുണ്ട്, അല്ലേ? അല്ലേ? നമുക്ക് സന്തോഷമുണ്ടെങ്കിൽ അവർക്കും സന്തോഷമുണ്ട്. പക്ഷെ നമ്മൾ അനുഭവിക്കുന്ന സന്തോഷം സ്വർഗത്തിലെ ദൈവം തന്നെ സന്തോഷമാണ് നമ്മൾ അനുഭവിക്കുന്നത്. അത് എത്ര പേർക്ക് ഭാഗ്യമുണ്ട്? നമുക്ക് എല്ലാവർക്കും ഭാഗ്യമില്ലേ? ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ അവർക്ക് ലഭിക്കാത്ത ട്രാൻസ്ഫോർമേഷനാ സ്വർഗത്തിലെ ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ ദൈവം ചില ട്രാൻസ്ഫോർമേഷനുകൾ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ജീവിത ശൈലികളെ ദൈവം മാറ്റിയിട്ടുണ്ട്, അല്ലേ? അതാ ദൈവം നമ്മുടെ കൂടെ നടക്കുന്നത് ഒരു ഗുണം. ഹല്ലേലൂയ. വാക്കിംഗ് വിത്ത് ഗോഡ് ഗിവ്സ് ഡയറക്ഷൻ ആൻഡ് പർപ്പസ്. അഞ്ചാമത്തേത്, ദൈവവുമായിട്ട് നമ്മൾ ചേർന്ന് നടക്കുമ്പോൾ ഡയറക്ഷനും പർപ്പസും നമ്മുടെ ജീവിതത്തിൽ വരും. അത് നീതിവചൻ 3 अध्याय 5 और 6 आयत में पढ़ते हैं हम लोग. Proverbs chapter 3 verse 5 to 6 says, trust in the Lord with all your heart, he will make your path straight. അപ്പോൾ ദൈവമായിട്ട് കൂടെ നടക്കുമ്പോൾ വാക്കിംഗ് വിത്ത് ഗോഡ് ഗിവ്സ് ഡയറക്ഷൻ ആൻഡ് പർപ്പസ്, അല്ലേ? പർപ്പസ് വരത്തില്ലേ? ഡയറക്ഷൻ ആൻഡ് പർപ്പസ്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ റൈറ്റ് ഡയറക്ഷൻ തരുന്നത് ആരാ? സ്വർഗത്തിലെ ദൈവമാണ്. അപ്പൊ ദൈവമായിട്ട് നമ്മൾ ചേർന്ന് നടക്കുമ്പോൾ റൈറ്റ് ഡയറക്ഷനും പർപ്പസും ദൈവം നമുക്ക് വെളിപ്പെടുത്തി തരും. ഹല്ലേലൂയ. ആ റൈറ്റ് പർപ്പസും ആ ഡയറക്ഷനു വേണ്ടി നമ്മൾ ആഗ്രഹിക്കണം. ദൈവം നമ്മുടെ കൂടെ നടന്നാൽ മാത്രമേ ദൈവത്തോട് പറയാം, കർത്താവ് ദൈവമേ നീ എനിക്ക് give me the right direction so that I can walk through, I can pass through in name of Jesus Christ. അല്ലേ? Amen. Amen. I will be stopping here, or I will be wrapping it down. There's one last point which I wanted to share it with you. Walking with God leads to eternal life. ദൈവമായിട്ട് നടക്കുമ്പോൾ അത് നമുക്ക് eternal life നമുക്ക് ലീഡ് ചെയ്യും, അല്ലേ? So amen. The rest of upcoming days we will continue with this. പക്ഷേ ഇത് പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മൾ ഓർത്തിരിക്കണം. Hallelujah. ദൈവം ഈ വരുന്ന ദിവസങ്ങളിൽ we don't know how long the earth will be. We don't know how long we will be living on this earth. Remember, no matter wherever you are, remember me, mark my word, walk with God. Walk with God. ദൈവമായിട്ട് ചേർന്ന് നടക്കുക. ദൈവമായിട്ട് ചേർന്ന് നടക്കുവാൻ നമ്മൾ താല്പര്യപ്പെടണം. ദൈവമായിട്ട് ചേർന്ന് നടക്കുവാൻ നമ്മൾ ആഗ്രഹിക്കണം. ദൈവമായിട്ട് ചേർന്ന് കാര്യങ്ങൾ ചെയ്യുവാൻ നമ്മൾ അതിന് ശ്രമിക്കണം. എന്നാൽ മാത്രമേ ദൈവത്തിന്റെ കാര്യങ്ങൾ നമ്മൾ അറിയത്തുള്ളൂ.
റൈറ്റ് പർപ്പസ്, റൈറ്റ് ഡയറക്ഷൻ, പീസ്, സ്പിരിച്വൽ ഗ്രോത്ത് എല്ലാം സ്വർഗത്തിലെ ദൈവം തരും. എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട് ഇന്ന് പകല് എന്നോടൊപ്പം ചേർന്ന് ദൈവം നടക്കണം? ഹല്ലേലൂയ. ദൈവം എന്നോട് ചേർന്ന് നടക്കുമ്പോൾ അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, വിടുതലങ്ങൾ, പ്രവചനങ്ങൾ, ആമേൻ, ദൈവത്തിന്റെ സകല ശുശ്രൂഷകൾ ദൈവം നമ്മളിൽ കൂടെ വെളിപ്പെടുത്തി തന്നെ ചെയ്യും. എത്ര പേർക്ക് വിശ്വാസമുണ്ട് എന്നോട് ദൈവം ചേർന്ന് നടക്കും? ഹല്ലേലൂയ. ദൈവം നടക്കുവാൻ തുടങ്ങുമ്പോൾ നിഴൽ തട്ടി രോഗികൾ സൗഖ്യമാകും. ദൈവം നടക്കുവാൻ തുടങ്ങുമ്പോൾ, ദൈവമായിട്ട് ചേർന്ന് നിൽക്കുമ്പോൾ ദൈവ പ്രവൃത്തി വെളിപ്പെടും. ദൈവമായിട്ട് ചേർന്ന് നിൽക്കുമ്പോൾ ദൈവം നമ്മുടെ കൂടെ, ദൈവമായി നമ്മൾ ചേർന്ന് നടക്കുവാൻ തുടങ്ങുമ്പോൾ അഭിഷേകം വ്യാപരിക്കപ്പെടുവാൻ തുടങ്ങും. ആമേൻ. മോശയോട് ദൈവം കൂടെ ഇരുന്നപ്പോൾ ദൈവം ഇസ്രായേൽ മക്കളെ നടത്തിയ ദൈവം ഇന്നും നമ്മുടെ കൂടെ ഉണ്ട്. ഇന്നും നമ്മളെ വഴി നടത്തുവാൻ അവൻ ശക്തനായ ദൈവമെന്ന് ഇന്ന് പകൽ മറന്നുപോകില്ല. അസാധ്യങ്ങളെ സാധ്യമാക്കപ്പെടണമെങ്കിൽ, വഴികൾ തുറക്കപ്പെടണമെങ്കിൽ, you should walk with God in name of Jesus. അതാണ് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുന്നത്. ഹല്ലേലൂയ. പ്രാർത്ഥന കേൾക്കണമെങ്കിലും സ്വർഗം നമ്മുടെ കൂടെ കാണണം. ആമേൻ. സ്വർഗം എവിടെയൊക്കെ ഉണ്ടോ, ദൈവത്തിന്റെ ആത്മാവ് എവിടെയൊക്കെ ഉണ്ടോ, ദൈവം എവിടെയൊക്കെ ഉണ്ടോ അവിടെ, ആമേൻ, അവിടുത്തെ ഒരു ട്രാൻസ്ഫോർമേഷൻ ആയിരിക്കും. അറിയാതെ തന്നെ ദൈവത്തിന്റെ പ്രവൃത്തികൾ വെളിപ്പെടുന്നത്. ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവ് പകരപ്പെടുമ്പോൾ ആ സ്ഥലങ്ങളിൽ നമ്മൾ മറന്ന് ദൈവത്തെ ആരാധിക്കുവാൻ തുടങ്ങും. ഹല്ലേലൂയ. പക്ഷെ ദൈവം നമ്മുടെ കൂടെ കാണണമെങ്കിൽ, ദൈവമായിട്ട് നമ്മൾ ചേർന്ന് നടക്കണമെങ്കിൽ, there is a conditions. You need to be humble, you need to be obedient, you need to be listener, everything, right? ആ കണ്ടീഷൻസ് നമ്മൾ ഫോളോ ചെയ്താൽ മാത്രമേ ദൈവം നമ്മുടെ കൂടെയുള്ളൂ. ഹല്ലേലൂയ. The God is not a God of abomination. God is a living God. Amen. അവൻ സത്യത്തിന്റെ ദൈവമാകുന്നു. അവൻ വഴിയും സത്യം ജീവൻ ആകുന്ന ഒരു ദൈവത്തെ നമ്മൾ ഇന്ന് പകൽ സേവിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നത്. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാണ്.